ഹായ് ഗായ്സ്, അപ്പൊ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ്. എന്താണ് നീ കാണിക്കുന്നത്? ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശം. എടാ, നീ കോപ്രായം കാണിക്കാന്ന് വിചാരിക്കും ആൾക്കാര്. എനിക്കൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്ക് നിങ്ങളുടെ നല്ലതും എനിക്ക് കുറച്ച് പുണ്യം കിട്ടിയാൽ മതി, അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത്. പിന്നെ സ്പോൺസേഴ്സ് ഇരുന്ന് 7 ലക്ഷം രൂപ ഫോളോവേഴ്സ്. അയ്യോ, എന്റെ കൈ തരിക്കുന്നു. എനിക്ക് നിങ്ങളുടെ സ്നേഹം മാത്രം, കിട്ടുമ്പോ എനിക്ക് സ്നേഹം മാത്രം മതി. എനിക്ക് സ്പോൺസേഴ്സ് ഇരുന്ന പൈസയും പിന്നെ കുറച്ച് പ്രൊമോഷൻ, ഇത് മതി എനിക്ക്. നിങ്ങൾ എന്റെ അക്കൗണ്ടും ഇവന്റെ അക്കൗണ്ടും ഇവന്റെ മാമീനെ എന്റെ മാമീനെ നമ്മുടെ ബ്രാൻഡ് പാർട്ണർ 5000 രൂപ കൊടുക്കുന്നില്ല പാവം. തൊഴിൽ രഹിതരെ ആക്കല്ലേ. അപ്പൊ മൊത്തം നിങ്ങളൊരു 24 അക്കൗണ്ട് അങ്ങോട്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ഈ 5000 രൂപ ഞങ്ങള് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരും. എന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റണല്ലോ. ഇവന്മാർക്ക് എന്നെ നെഗറ്റീവ് പറയാൻ വേണ്ടി ഒന്നുമില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന സഹായങ്ങൾ കാണിക്കാനും റീച്ചിനും വേണ്ടി എന്നാണ് ഇവന്മാര് പറയുന്നത്. ആയിക്കോട്ടെ, എടാ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലേ? ഏറ്റവും ഡിസേർവിംഗ് ആയുള്ള ഒരു കുട്ടിയെ ഞാൻ ഡോക്ടറിന് പഠിപ്പിക്കുന്നു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കി അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ കാണിച്ചും കാണിക്കാതെ എല്ലാം ചെയ്തേക്കുന്നു. എടാ, ഈ കുറ്റം പറയാൻ നീയൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടാണ് ഈ പറയുന്നെങ്കിൽ അതിനൊരു അന്തസ്സുണ്ട്. അപ്പൊ നീയൊക്കെ ഒറ്റ മൈൻഡി പറയും ഞങ്ങൾ കാണിക്കാതെ ചെയ്യുന്നുണ്ട്, തേങ്ങ ചെയ്യുന്നുണ്ട്. ചുമ്മാ ഒന്ന് ഇങ്ങനെ കൊണ അടിക്കാൻ എല്ലാവർക്കും പറ്റും, അത് ചെയ്ത് കാണിക്കാനാ പാട്. എടാ, പിന്നീട് നീയൊക്കെ ഈ കുറ്റം പറഞ്ഞ ഈ ഗീവയുടെ കാര്യമില്ല. എടാ, എന്റെ സ്വന്തം വണ്ടി ഗീവവേ കൊടുത്തിട്ടാണ് ഞാൻ കേരളത്തിൽ ഈ ഗീവവേ ട്രെൻഡ് ആക്കി. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോളാ പാർട്ടികളെ. എടാ, നിന്റെയൊക്കെ ഈ സോക്കേട് കാരണമാണ് ഞാൻ ഇപ്പൊ എന്റെ പേജ് ഫോളോ ചെയ്യാൻ പറയാതെ ബ്രാൻഡ് പാർട്ണേഴ്സിന്റെ പേജ് മാത്രം ഫോളോ ചെയ്യാൻ പറയും. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചത്. എടാ, ഈ ഗീവവേസ് കിട്ടി എത്രയോ പേരുടെ ജീവിതമാണ് മാറി പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ ഗീവവേ ചെയ്തു കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ക്യാഷിന്റെ ഭൂരിഭാഗവും ഞാൻ പല നല്ല കാര്യങ്ങളും ചെയ്യും. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ആരുടെയും കുടുംബസ്വത്തല്ല. ആർക്കും ആരെയും കുറ്റം പറയാം, ആർക്കും ആരെയും ട്രോളാം. പക്ഷെ ആ ചെയ്യുന്ന എനിക്ക് ഒരു എത്തിക്സ് വേണം. ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. എത്രയൊക്കെ നല്ലത് ചെയ്താല് കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറെ ഉണ്ടല്ലോ. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി.